വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന നിയമനങ്ങളിൽ പലതിലും ചില രാഷ്ട്രീയ ഡീലിൻ്റെ സൂചനകളുണ്ട്. ഇന്ന് മാധ്യമങ്ങൾ പുറത്തു വരുന്നത് ഒരു സീനിയർ ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനമാണ്. അഡ്വക്കേറ്റ് DS ശരത്ത്, പഴയ ABVP നേതാവും RSS പശ്ചാത്തലവുമുള്ള ആളെ സീനിയർ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നു എന്ന ആക്ഷേപം കോൺഗ്രസ്സുകാർ തന്നെ ഇന്ന് ഉയർത്തിയിരിക്കുന്നു. മറ്റൊരു വക്കീലിൻ്റെ നിയമനം ഇതിനു മുമ്പേ ചർച്ചയായതാണ്. അത് അഡ്വക്കേറ്റ് KB പ്രദീപിൻ്റേതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്മാർട്ട് ക്രിയേഷൻ്റെ CEO വക്കീലായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുടെ വക്കീലിനെ തന്നെ വേണം ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ എന്നുള്ളതായിരുന്നു സതീശൻ്റെ തീരുമാനം. ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നപ്പോൾ നിർബന്ധപൂർവം രാജിവയ്പ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. മറ്റൊരു സുപ്രധാനമായ നിയമനം നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന നിലയിലുള്ള N. ശേഷാദ്രിനാഥിൻ്റെ നിയമനമാണ്. N. ശേഷാദ്രിനാഥിൻ്റെ RSS പശ്ചാത്തലവും മോഡി പ്രേമവും ഈ കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് മറ്റൊരു കോൺഗ്രസ് നേതാവായ നിയാസ് ആയിരുന്നു എന്നുള്ളത് കാണാം. അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം BJPയെയും മോഡിയെയും പ്രശംസിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളതെന്നും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം RSSൻ്റേതാണ് എന്നുള്ളതുമായിരുന്നു നിയാസ് ഉയർത്തിയ ആരോപണം എന്നുള്ളത് കാണണം. എന്നാൽ ആ ആരോപണങ്ങളെ ഗൗനിക്കാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ഇരിക്കുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ളതാണ് എന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ 2027 രാജ്യത്തിനകത്ത് BJP സർക്കാർ ഡീലിമിറ്റേഷൻ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ. ഡീലിമിറ്റേഷൻ നടക്കുന്ന ഘട്ടത്തിൽ RSSൻ്റെ താല്പര്യം കൂടി സംരക്ഷിക്കുന്ന ആളായിരിക്കണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തിരിക്കുന്നത് എന്ന് വി.ഡി. സതീശനും ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കപ്പെടാൻ കഴിയുന്നത് എന്ന് കാണാം. മറ്റൊരു നിയമനമാകട്ടെ രക്തൻ ഖേൽക്കറുടേതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന രക്തൻ ഖേൽക്കറെ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു. രക്തൻ ഖേൽക്കറാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ വലിയ വിമർശനം നേരിട്ട ആളായിരുന്നു. RSS ആഗ്രഹിക്കുന്നത് പോലെ SIR കേരളത്തിൽ നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ് രക്തൻ ഖേൽക്കർ എന്നുള്ളത് കാണാം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന 20,000-ഓളം വരുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ച കാലവും ഈ കാലം തന്നെയായിരുന്നു. ഒപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്ന നോട്ടീസിൽ BJPയുടെ സീലുണ്ടായിരുന്നു എന്ന വിചിത്രമായ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. പല വിധത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം സുതാര്യമായിരുന്നോ എന്നുള്ളത് ന്യായമായും സംശയിക്കപ്പെടാൻ കഴിയുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടായ കാലമാണ് ഈ കാലയളവ് എന്ന് കാണാം. അതിന് നേതൃത്വം കൊടുത്ത രക്തൻ ഖേൽക്കർ തന്നെയാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നേരിട്ട് നിയമനം കൊടുത്തിട്ടുള്ളത്. അതുമാത്രവുമല്ല, വി.ഡി. സതീശൻ്റെ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള തുറമുഖ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം എന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമനമായിരുന്നു. അഡ്വക്കേറ്റ് രാജു ബാബുവിനെയാണ് അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം നിയമപണ്ഡിതനാണെന്ന കാര്യത്തിൽ നമുക്ക് ആക്ഷേപമില്ല. പക്ഷേ അദ്ദേഹം ഗവർണറുടെ നിയമ ഉപദേശകൻ കൂടി ആയിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനത്തേക്ക് കോൺഗ്രസ്സുകാരായ മുതിർന്ന അഡ്വക്കേറ്റുമാർ വരും എന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് RSSന് കൂടി സ്വീകാര്യനായ ഒരാൾ അഡ്വക്കേറ്റ് ജനറലായി വരുന്നത് എന്ന് കാണണം. എൻ്റെ സർക്കാരിന് നിയമോപദേശം നൽകുന്ന ആൾ RSSന് കൂടി സ്വീകാര്യനായിരിക്കുന്ന ആളാകണം എന്ന് മുഖ്യമന്ത്രി ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. മറ്റൊരു നിയമനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി B. അശോക് കുമാറിനെ നിയമിക്കുന്നതാണ്. B. അശോക് കുമാർ പ്രധാനപ്പെട്ട മോദി ഭക്തനാണ് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാം. ഗവർണറുടെ താല്പര്യം അതേപോലെ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നയാളാണ് അശോക് കുമാർ എന്നുള്ളതും മുൻ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കപ്പെടാൻ കഴിയുന്നതാണ്. PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ RSSൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ഗവർണറെ ഉപയോഗപ്പെടുത്തി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ
ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വി ഡി സതീശൻ നിയമിക്കുന്നതും RSSന് താല്പര്യമുള്ള ബി അശോക് കുമാറിനെയാണ് എന്നുള്ളത് കാണാൻ കഴിയും. ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധിക്കാൻ കഴിയുന്ന മറ്റ് ചില നിയമനങ്ങൾ കൂടിയുണ്ട് എന്ന് കാണാം. അത് ഗവർണർ തന്നെ നിയമിച്ചിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായ ഡോക്ടർ D മാവുത്തിൻ്റെ നിയമനമാണ്. കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായും RSS പശ്ചാത്തലമുള്ള ഒരാളെ നിയമിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരായും സിൻഡിക്കേറ്റ് അംഗങ്ങളായും RSSകാരെ തിരികെ കയറ്റുന്ന കാലമാണ് ഇപ്പോൾ എന്നുള്ളത് കാണാൻ കഴിയും. എന്നാൽ ഗവർണർ യഥേഷ്ടം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കമാന്നൊരക്ഷരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നില്ല, പ്രതിഷേധം അറിയിക്കുന്നില്ല. ഇത്തരം സുപ്രധാനമായ നിയമനങ്ങളിലെല്ലാം ഒരു ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കപ്പെടാൻ കഴിയും. ഈ ഇരട്ടത്താപ്പ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഡീലിൻ്റെ ഭാഗമാണ്. മോഡി VD ഡീൽ ഇവിടെ പ്രകടമാണ് എന്ന് കാണാം. RSSൻ്റെയും BJPയുടെയും താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും VD സതീശൻ സർക്കാർ എന്നുള്ളത് ഈ നിയമനങ്ങളിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് കാണണം.